ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റോബ്ലോക്സിലെ ഒരു ഗെയിമായിട്ടാണ്, ബ്ലോക്ക് ഫ്രൂട്ട്. ഇന്ന് എൻ്റെ കൂടെ വേറൊരുത്തനോടെ ഉണ്ട്. നമുക്ക് ഞാനിപ്പോൾ ലെവല് 62. ഞാൻ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് കാരണത്താൽ. അടുത്ത ഗെയിം ഏത് കളിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ എനിക്ക് വന്നേക്കുന്ന ഡാർക്ക് ഡെസേർട്ടിലോട്ട് പോകാനാണ്. ഞാൻ അങ്ങോട്ട് പോവാ. അവൻ അവിടുത്തെ കൊസ്റ്റ് പോലും അതിട്ടില്ല. അവൻ ലെവല് കുറവാണ്. അവിടെ നിന്നോ, നമുക്ക് ഇവിടെയോടെ ഒന്ന് നോക്കിയിട്ട് പോവാം. നല്ല ചെസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് അവിടെ ഒരു സീക്രട്ട് ചെസ്റ്റ് എവിടെയോ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് നല്ല പൈസ കിട്ടും. നമുക്കതെടുത്തിട്ട് പോവാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സാൻഡാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഫാൽക്കൺ ഉണ്ട്, ഒരു സ്പൈക്കും ഉണ്ട്, ഒരു ഡാർക്കും ഉണ്ട്. നിങ്ങൾ പറയുന്ന ഫ്രൂട്ട് അടുത്തത് യൂസ് ചെയ്യാം. അയ്യോ, നമുക്ക് സ്ഥലം മാറിപ്പോയി. അവൻ എൻ്റെ കൂടെ ഇരിക്കുന്നത് ചുമ്മാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അവന് സ്പീഡില്ല, അത് സ്ഥലം അറിയത്തില്ല. എനിക്ക് വഴി എത്തിപ്പോയി. എങ്ങോട്ടായിരുന്നെന്ന് ഞാനും പറഞ്ഞു. അവിടെ പിന്നെ അതൊന്നും തോന്നുന്നു. പോയി നോക്കട്ടെ. പൈററ്റ് വില്ലേജാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറ്റുന്ന ഏതാണ്? നമ്മൾ പൈററ്റ് വില്ലേജിലെത്തി. ഇവിടെ നമുക്കൊരു ചെസ്റ്റ് എടുക്കാനുണ്ട്. ഇവ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ചെസ്റ്റ് എടുത്തിട്ട് നമുക്കൊരു ഫ്രൂട്ട് വാങ്ങാം. എനിക്ക് കാശ് അത്രയ്ക്ക് പൈസ ആയെന്ന് തോന്നുന്നു. നമുക്കൊരു ഫ്രൂട്ട് വാങ്ങിയിട്ട് ഇനി പോവാം. ഏത് കിട്ടുമെന്ന് അറിയത്തില്ല. അവനും വരാമെന്ന് പറഞ്ഞു. നോക്കാം, എനിക്കത്ര പൈസ ഉണ്ടായിട്ടുണ്ട്. ജംഗിലോട്ട് അവൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ ഫ്രൂട്ട് വാങ്ങുന്നു. നമുക്ക് ഇവനോടൊന്ന് ചോദിച്ചു നോക്കാം, ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഇവനോടൊന്ന് ചോദിച്ചു നോക്കാം. തന്ന നമുക്ക് വാങ്ങണ്ട, എന്നാ സംഭവിക്കുന്നത് നോക്കാം. തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹലോ, നമ്മളിവിടെ വരെയല്ലേ ഗായ്സ് നിർത്തിയത്. അത് കഴിഞ്ഞ് വീഡിയോ അറിയാതെ ഓഫായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഞാനത് കഴിഞ്ഞ് ഈഗിളിലേക്ക് മാറി. ഫ്രൂട്ട് സാൻഡല്ലേ യൂസ് ചെയ്തത്. ഇപ്പം എൻ്റെ കയ്യിൽ ഫ്രൂട്ട് ഇത്രയും ഫ്രൂട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഡെസേർട്ടിലോട്ടാണ് പോകേണ്ടത്. ലെവൽ 63. നമുക്ക് ഈ ഗൊറില്ലൊക്കെ ഇങ്ങനെ കൊന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ അനിയനും ഉണ്ട്. അയ്യോ അയ്യോ, കുറല്ല.
ഫ്രൂട്ടിൻ്റെ ലെവല് 7 ആയതേ ഉള്ളൂ. അടുത്ത എബിലിറ്റി 35. നമുക്ക് പെട്ടെന്ന് തന്നെ ഡെസേർട്ടിൽ പോയി ഫ്രൂട്ടിൻ്റെ ലെവലപ്പ് അടുത്ത എബിലിറ്റി ആണ്. ഇവിടെ ആരെങ്കിലും വന്നോ നോക്കാം. ഞാൻ പേര് സെർവറിലാണ് കളിക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ കളിക്കുന്നതൊരു ഹോങ്കോ ആ സെർവറിലെ ഞാനിപ്പോൾ കളിക്കുന്നത്. നല്ല സെർവർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ എത്ര പേര്. 8 പേര് കളിക്കുന്നുണ്ട്. നേരെ ഡെസേർട്ടിലിട്ടിടും. എൻ്റെ ഇപ്പോൾ 9,000 രൂപയുള്ളൂ. ഇനി ഫ്രൂട്ട് വാങ്ങണമെങ്കിൽ 34,000 രൂപ വേണം. ഇനി ഏത് ഫ്രൂട്ട് കിട്ടുമ്പോഴാണ് ഞാൻ ഈ ഈഗിള് മാറ്റേണ്ടതെന്ന് കമൻറ്റിൽ പറയുക. പിന്നെ ആർക്കെങ്കിലും കോഡ് അറിയാമെങ്കിൽ പറയണേ. എല്ലാരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാർഗറ്റ് ചെയ്യുന്നത് 555. ഇവിടെ ഞാൻ ഡെസേർട്ട് ബാൻഡിയറ്റ്സിന്റെ മിഷൻ എടുത്തേക്കുന്നത്. ഇപ്പം ഒരാളെ കൊന്നു. മരല്ലേ ഒഴിച്ചു. ഇനി ഓമാരുടെ അറ്റാക്ക് എനിക്ക് കേൾക്കത്തില്ല. ഇല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ സാൻഡ് യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ കേൾക്കുന്നില്ലെന്ന് അതിനാണെന്ന് എനിക്കറിയാം. 3 പേരെ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അറ്റാക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ സാൻഡ് യൂസ് ചെയ്യുന്ന നന്നായിട്ട് ലെവലപ്പാണ്. പെട്ടെന്ന് 35 ആകും. ഞാൻ പെട്ടെന്ന് മാറ്റി. സബ്ബീർ സഹായിക്കും. ഭയങ്കര പാവം. ഞാൻ പെട്ടെന്ന് സാൻഡാണെന്ന് കരുതി അവിടെ നമുക്ക് വേറെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങനത്തെ അല്ല, കുറെ മ്യൂസിക് ഒക്കെ. അതിൻ്റെ അനിയനാണ് ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുന്നത്.
എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. ഡ്രാഗണെ ആ മിഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ഫുള്ള് ഇത് 400 ഇനി അടുത്ത മിഷൻ ഇവന്മാര് ചുമ്മാ അടിച്ചടിക്കുക. ലെവലപ്പ് ചെയ്തിട്ടാണ് 65 നമ്മള് ഫ്രൂട്ട് ലെവൽ 20 ആയി. കുറച്ച് പേരെ കൊന്നിട്ട് തിരിച്ചു വരാം. മിഷൻ എടുക്കാനേ പറ്റുന്നില്ല. ഇവന്മാര് ഭയങ്കര ശല്യമാണ്. ഡെസേർട്ട് ഓഫീസറിന് ലെവൽ 75 ആണ്. അപ്പം നമ്മളിവിടെ 80 വരെയെങ്കിലും നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവരെ കൊന്നു തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ജംഗിൾ വരെ പോയിട്ട് വരും. അല്ല ഫ്രൂട്ട് കിട്ടിയാലോ. ജംഗിളിലെത്തി. ഞാൻ ഹോം പോയിട്ട് ജംഗിളിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് നമുക്കൊരു ത്രിപിൾ കത്താന വാങ്ങണം. അതിന് 50,000 അല്ല 100K ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരൻ ചിലപ്പോൾ എനിക്കൊരു ഫ്രൂട്ട് തരാൻ സാധ്യതയുണ്ട്. അത് ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ അതിന് ഡെസേർട്ടിലോട്ട് തന്നെ പോകാം. നമുക്ക് ചീഫിനെ ചെന്നോല ഓരോരോ സെർവറിൽ കയറി. അപ്പോൾ പെട്ടെന്ന് ലെവലപ്പ് ആവും, പൈസയും കിട്ടും. നമുക്കൊരു ബോട്ട് മേടിക്കാം. ഇവൻ അടുത്ത റോബ്ലോക്സിൽ ഏത് ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഐറ്റംസിൽ എന്താ പിന്നെ എൻ്റെ കയ്യിൽ ഓറയുണ്ട്, ഞാൻ കാണിക്കാൻ മറന്നു. പിന്നെ ഓറ ഓണാക്കാൻ എപ്പോഴും മറന്നു. അതെവിടെയായിരുന്നു ഐലൻഡ്? അതല്ലേ അതല്ല, അതുമല്ല, ഇവിടെ അല്ലല്ലോ, ഇവിടെ ചീഫ് അല്ല. അതല്ലേ ആദ്യം അവിടെ കയറിയിട്ട് അതല്ല. നിങ്ങൾ എത്ര ലെവൽ അയക്കുന്നെന്ന് കമന്റ് ചെയ്യണേ. അതുമല്ല, മറക്കാതെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യണേ, സബും ഒരിക്കലും മറക്കല്ലേ. ആ ഡെസേർട്ടിന്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടെ വന്ന് ചുമ്മാ നോക്കിയേക്കാം. ഇവിടുന്ന് എനിക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഫ്രൂട്ട്. ഇവിടെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങി പോകും. നമ്മുടെ ബോട്ട് അവിടെ ഇട്ടത് വേറെ ബോട്ട് ഇവിടെ മതിക്ക് പോകുന്നു. അടുത്താണ് നിങ്ങൾ എത്ര രൂപയുടെ ഷിപ്പ് വാങ്ങണമെന്ന് പറയണം. ഞാൻ കമന്റ് ചെയ്യണേ. അത് തന്നെ ശരിക്കും നമുക്ക് ആദ്യം അത് തന്നെ പൈററ്റ് വില്ലേജ്. ഷെഫല്ലായിരുന്നു, ഷെഫിനെ കൊല്ലാൻ കുറെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അതൊക്കെ ഏതാണ് ഫുഡ്? എൻ്റെ പൊന്നിലെ വീട്ടിലെ ഫുഡ്
നമുക്ക് ഇവിടുത്തെ ഷെഫിൻ്റെ മെഷീൻ എടുത്ത് ചീഫ് തന്നെയായിരുന്നു, ഷെഫല്ല. ഇവിടെ ഒരു അത് അവൻ എടുത്തെന്ന് തോന്നുന്നു. ഇവിടെ 3 മിനിറ്റ് കൂടെ ഉണ്ട്. വേറെ ഒരു സർവർ കയറും. നമുക്ക് ഏത് സർവർ കയറും? ഈ സർവർ കയറും. യുണൈറ്റഡ് സ്റ്റേറ്റിലെ നമ്മളേത് മറീനാണ് ഞാൻ. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ചീഫ് ഉണ്ടോ നോക്കട്ടെ നമുക്ക്. 8 സെക്കൻഡുള്ളൂ. ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അയ്യോ അതാരോ എടുത്തു. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പെട്ടി എടുത്തു. അമ്മ അവൻ്റെ ലെവലിൽ ഇവിടെ ഇവിടെ പോട്ട് ചടിച്ചടി നേരിട്ടുണ്ട്. അയ്യോ എടാ അവനെ ഇടിച്ചെറിക്കൊണ്ട് നീ അങ്ങോട്ട് പോകണം. ഷെഫ് വളർത്തിപ്പോയി. കണ്ടൂല 21 ലെവല് നമ്മുടെ. പിന്നെ ഞാൻ കോസ്റ്റ് എടുത്തില്ല, പൈസ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് വേറെ ഒരു സർവർ വേറെ ഏതെങ്കിലും ഒരു സർവർ എടുക്കാം. കോസ്റ്റ് എടുക്കാൻ മറന്നുപോയി. ഇവനിവിടെ ഇരുന്ന് ശല്യം ചെയ്യില്ല. നിങ്ങൾ മെറീനാണോ പൈററ്റാണോ എന്നും കമന്റ് ചെയ്യണേ. ഹലോ ഗൈസ്, ഇടയ്ക്ക് വെച്ചൊരു കോള് തന്നു, അതാണ് നിർത്തിയത്. ഗൈസ് നിങ്ങൾ ഏത് ഫാനാന്ന് കമന്റ് ചെയ്യണേ. റൊണാൾഡോ ആണ് ഞാൻ. പിന്നെ ഈ സർവറിൽ കയറി ഒരു ചീഫിനെ കൊന്നു, 29,000 രൂപയായി. നമുക്ക് വേറൊരു സർവറിൽ കയറി ഒന്നുകൂടെ ചീഫിനെ കൊന്നിട്ട് 2-3 തവണ ചീഫിനെ കൊന്നിട്ട് ഒരു ഫ്രൂട്ട് വാങ്ങാൻ പോവാം. ഞങ്ങൾ റൊണാൾഡോ ഫാനാ. നിങ്ങൾ ഏതാന്ന് പറയണേ. അതെ, മറക്കാതെ പറയണേ ഗൈസ്, കമന്റ് ചെയ്യണേ. പെട്ടെന്ന് തന്നെ C2 പോകണമെന്ന് ആഗ്രഹം. നടക്കുമോന്നറിയത്തില്ല, നമുക്ക് നോക്കാം. C2 ഇവിടെ
മറന്നു അപ്പോഴാ കോള് ഇതിനെ കൊല്ലാനും ഭയങ്കര പാടാണ്, ഭയങ്കര റിസ്ക്കുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ ലെവൽ 22 അടുത്ത എബിലിറ്റിക്ക് 35 വന്നു. മുമ്പേ മറ്റേ അടുത്ത ഇതിനോടെ കൊണ്ടിട്ട് നമുക്ക് ഫ്രൂട്ട് വാങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവൻ്റെ വെളി വരെ പോയിട്ട് വീണ്ടും വന്നു. കടയിൽ പോകണമെന്ന് ഫ്രൂട്ട് വാങ്ങാൻ പോകും. 5 മിനിറ്റോടെ കഴിഞ്ഞിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട്, പ്ലീസ് ഫ്രൂട്ട് പ്ലീസ് ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ഏതാ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അവനും അത് കൊടുക്കാം. അഴുക്കാണ് നമ്മുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ അവന് വെച്ചേക്കാം, ഇല്ലാത്തതാണെങ്കിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ പറയണം യൂസ് ചെയ്യണോ വേണ്ടയോ. നമുക്കിപ്പോൾ ഏത് ഫ്രൂട്ട് കിട്ടും നോക്കാൻ, എല്ലാവരും പ്രാർത്ഥിക്കണം നല്ലതെല്ലാം കിട്ടാൻ. നമുക്ക് അവിടെ ഒരു നിപ്പുണ്ട്, ചുമ്മാ ചോദിച്ചു നോക്കാം, എന്നിട്ട് ഫ്രൂട്ട് വാങ്ങാം. ഇവിടെ കുറേ പേരുണ്ട്. നല്ല ചോദിച്ചു നോക്കാൻ തരുമോന്ന് അറിയത്തില്ല. അവന്മാരൊക്കെ അഴുക്കാം. അപ്പോൾ അവിടെ ഇപ്പോൾ ഫ്രൂട്ട് വാങ്ങുന്ന സേഫ് അല്ല, നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട് പോകും. അവന്മാരെ എങ്ങനെയെങ്കിലും ഓടിച്ചോക്കണം. അവന്മാരാണ് ഫ്രൂട്ട് കിട്ടുമ്പോൾ കൊന്നു കളഞ്ഞാൽ ഫ്രൂട്ടും പോയി, എല്ലാം പോയി, പണിയാവും. ഇവന്മാർ ഭയങ്കര തലവേദനയായില്ല. ഇവരൊക്കെ ഇതൊക്കെ ഏതാണ് ഫ്രൂട്ട്? ഇവിടെ ഇന്ന പണി വേണം. നമുക്ക് വേറെ സെർവറിൽ കയറിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സെർവറിൽ കയറിയിട്ട് ഫ്രൂട്ട് വാങ്ങാം. അവന്മാരൊന്നും കൊള്ളൂല. വേറെ വേറെ സെർവറിൽ കയറുകയാണെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. ഫ്രൂട്ടും അവിടെയാണ് നിന്ന് നമ്മൾ ഫ്രൂട്ട് വാങ്ങി കയ്യിലെടുക്കുമ്പോൾ തന്നെ അവന്മാർ തീർത്ത് കളയും. ഇപ്പോൾ വെറുതെ ഫ്രൂട്ട് പോകും. അവന്മാരുടെ പവർ കണ്ടോ ഗൈസ്? അവന്മാരൊക്കെ C2 ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അവന്മാരുടെ എബിലിറ്റി ഒക്കെ ഭയങ്കര ഗൈസ്. നിങ്ങൾക്ക് ഏതായാലും ഫ്രൂട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതെ, ഞാൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ ഏതായാലും നല്ല ഫ്രൂട്ടൊക്കെ വാങ്ങിത്തരാം. കമൻറ്റ് ചെയ്യണേ. ഓരോ ഒന്നടോ നല്ലത് കിട്ടണേ. ബെസ്റ്റ് റോക്കറ്റ്. ഇത് രണ്ടാമത്താണ് ഗൈസ് എനിക്ക് റോക്കറ്റ് കിട്ടുന്നത്. കഷ്ടമുണ്ട്. നമുക്ക് ഇവന് കൊടുത്തിട്ടേക്കാം. അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇതേ ഒരു ഫ്രൂട്ട് കിടക്കുന്നു. ഏതാടാ? സ്പെയിനോ? ഓ, അതും നല്ലതാണോ? അത് നമുക്ക് ഇവന് കൊടുത്തേക്കാം. എനിക്കതിൻ്റെ ആവശ്യമില്ല. വേറെ വല്ലതും കുഴപ്പമുണ്ടോ നോക്കട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടുന്ന് ഒരു ഡാർക്ക് കിട്ടും. ഫ്രൂട്ട് കൊടുക്കുന്നവരോട് ചോദിക്കുക ഫ്രൂട്ട് തരുമോ, പ്ലീസ് ഫ്രൂട്ട് എന്ന് ചോദിക്കുക. അപ്പം ഞാൻ ചേട്ടാ അവരോട് ഒരു ഫ്രൂട്ട് ചോദിച്ചോട്ടെ, തരില്ല എന്ന് അറിയത്തില്ല. ചുമ്മാ ഫ്രീസ് ഫ്രൂട്ടൊന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഫ്രീസ് ഫ്രൂട്ടൊന്ന് ചോദിച്ചു. അതെനിക്ക് കഴിഞ്ഞ ദിവസം FLS ഫ്രൂട്ടൊന്ന് അടിച്ചു കൊടുത്തു. I give 2 fruit to ഫ്ലെയിമാണ്. ഇവ ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെറുതെ എടുത്തോടാ റബ്ബർ എനിക്ക് പീസ്. അയ്യോ ലൈറ്റ് ചത്ത്.
ചോദിച്ചു നോക്കാം, ഒന്നോട് ചോദിച്ചു നോക്കാം. നമുക്കും അത്ര എപ്പോഴും റോക്കറ്റേ കിട്ടുള്ളൂ ഗൈസ്. ഇത് കഷ്ടമാണ് നോക്കണേ. അവനെനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഓറ വാങ്ങിയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവൻ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ C1 എല്ലാവരും ലൈറ്റ് യൂസ് ചെയ്യും. ലൈറ്റ് ഗ്രൈൻഡിങ് നല്ലതാണ്. എനിക്കൊരു ലൈറ്റ് കിട്ടാനില്ല, പക്ഷെ കിട്ടൂല. ഓ കൊള്ളാം. നമുക്ക് നേരെ നമ്മുടെ ചീഫിനെ കൊന്ന് പ്രസ് ഉണ്ടാക്കാം. അതേ വഴിയുള്ളൂ. ഇനി ഇതേ ഒരുത്തം വരുന്നുണ്ട്, അവനോട് ചോദിച്ചു നോക്കാം. എടാ അവനിങ്ങോട്ട് വരുമോ? വരുമോ പെട്ടെന്ന്? കാരി ബോട്ടാ പെട്ടി. നമുക്ക് ഈ ബോട്ട് എടുത്തുണ്ടാവും. ചീഫിന് നമ്മുടെ ബോട്ട് അതല്ല 600-ന്റെ ബോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മെറീൻ്റെ തന്നെ. മെറീൻ്റെ അല്ലേ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് ഇതിനകത്ത് ഒരു വലിയ ഷിപ്പ് ഉണ്ട്, അത് മേടിക്കണം നിങ്ങൾ. എന്നതാ? അത് ഏറ്റവും വലിയ ഷിപ്പ് വാങ്ങണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മെറീൻ്റെ അകത്തെ. ഗൈസ് നിങ്ങളുടെ എല്ലാം നല്ല ഫ്രൂട്ട് ഉണ്ടെങ്കിൽ തരുകണേ. അങ്ങനെ ഉള്ളവർക്ക് പേര് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് തരണം. എനിക്ക് അന്നേരം ജോയിൻ ചെയ്യും. എനിക്ക് 2 തവണ റോക്കറ്റ് ഒരു റബ്ബർ കിട്ടിയിരുന്നു. ഞാൻ ആ റോക്കറ്റ് ഒരു തന്നെ കൊടുത്തു, റബ്ബർ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ടൊക്കെ നല്ലത് ഞങ്ങളും തരാൻ. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഇപ്പം ലെവൽ 500 എനിക്ക് തോന്നുന്നത്. ഇപ്പം C2-ലോട്ട് പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവനെ കൊല്ലാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതില്ല വേണ്ട, നമുക്ക് ചീഫിനെ തന്നെ കൊന്ന് നമുക്ക് നമ്മുടെ വാണ്ടർ ലിസ്റ്റ് എവിടെയെങ്കിലും വന്നു നോക്കാം. ഒരു തവണ എൻ്റെ വാണ്ടർ ലിസ്റ്റ് വന്നായിരുന്നു. അത് ഡെസേർട്ടിലാണെന്ന് തന്നെ നോക്കാം. നമുക്ക് എൻ്റെ പേര് ഡെസേർട്ടിൽ കാണാൻ സാധ്യതയുണ്ട് ഫോട്ടോ. പിന്നെ എൻ്റെ ക്യാരക്ടർ ഞാൻ അടുത്ത ദിവസം നട്ടു, കാരണം എനിക്ക് ഈ ക്യാരക്ടറിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഫ്രീ ക്യാരക്ടറാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈററ്റ് വില്ലേജ് തൊട്ട് നേരെ മാഗ്മേ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്മാരെല്ലാം നമ്മൾ ഒറ്റയടിക്ക് തീർത്തു കൊടുക്കും. ഗൈസ് ഞങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേര് ലൂഫി എന്നാണ്. പിന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ആദിശ്രീ 580 അങ്ങനെ ഉണ്ട്. അവൻ്റെ അക്കൗണ്ടിൻ്റെ പേര് അവന് പോലും അറിയത്തില്ല, പക്ഷെ എൻ്റെ പഠിച്ചു വെച്ചിട്ടുണ്ട്. യൂപ്പിന്ന് സിമ്പിൾ ആയതുകൊണ്ട് പഠിച്ചു വെച്ചു. പക്ഷെ എൻ്റെ ആദിശ്രീ അക്കൗണ്ട് ഞങ്ങളുടെ അനീത്തിയുടെ പേരാണ് 508. ഇവൻ ചീഫിന്റെ മിഷൻ ആയിരിക്കും. അതാ എൻ്റെ അക്കൗണ്ട്. ഇവൻ C2-3-ലുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട്, അതിനകത്ത് എനിക്ക് മൊത്തം മില്യൻ്റെ ഇവിടുന്ന് 2000-ന്റെ കിട്ടി. പിന്നെ എനിക്ക് 4 മില്യൺ ഒറ്റയടിക്കാണ് തീർത്തു കഷ്ടമുണ്ട്. പിന്നെ ഈ അക്കൗണ്ട് എനിക്ക് മില്യൻ്റെ സാധനം മൊത്തം, മറ്റേ അക്കൗണ്ട് എനിക്ക് ഒരു 400 മില്യൻ്റെ പിന്നെ കുറച്ച് മില്യൻ്റെ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഗെയിം എൻ്റെ കൂടെ കളിക്കാൻ പറ്റുമോ? അതിൻ്റെ പേര് ഞാൻ അടുത്ത സ്റ്റീലെ ആനിമി എന്ന ഗെയിമിൻ്റെ അകത്തെയാണ്. ഒരു പേര് പറയാൻ അറിയത്തില്ല, അതാണ് ഗൈസ്. ആ ഗെയിം കളിക്കുകയാണെങ്കിൽ ആരെങ്കിലും എൻ്റെ കൂടെ കളിക്കാം. അതെ, എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാനൊരു കക്കാശി തരാം. എൻ്റെ കയ്യിൽ ഗോക്കു വരുന്നതാണ്, ഒരുത്തൻ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി. ഇവൻ്റെ അക്കൗണ്ട് ഞാൻ കളിക്കും, എൻ്റെ അക്കൗണ്ട് ഇവനും കളിക്കും. അത് എപ്പോഴും നടക്കുന്നത്. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ഞാനൊരു 4 മില്യൻ്റെ സാധനം എടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ഞാൻ തരാം. ഈ ഗെയിമിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ ഗോക്കു വരുന്ന സ്റ്റീൽ ചെയ്തുകൊണ്ട് ഗായ്സ് ഞാനാണെങ്കിൽ ഇറ്റാച്ചി അടിച്ചു നോക്കിക്കൊണ്ടു. അവനാണെങ്കിൽ ഹാക്കറായിരുന്നേ, എൻ്റെ ബേസിൽ കയറി ഇറ്റാച്ചി മോഷ്ടിച്ചു. സൈഡിൽ നിന്ന് വന്നു ഇറ്റാച്ചി. അവൻ്റെ 2 ഇറ്റാച്ചി. ഓ അവൻ പറന്നു പോയി, അവൻ തോട്ടിപ്പോയത് ഗൈസ്. അതിനകത്ത് 500 മില്യൻ്റെ സാധനവും പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന 400 മില്യൻ്റെ ഒരുത്തന് ഞാൻ 500. അത് സ്വർണത്തിൻ്റെ കുട്ടൻ, അത് ഞാൻ ഒരു പക്ഷെ എല്ലാവരോടെയും. പിന്നെ ഇവൻ്റെ ബേസിൽ നിന്ന് ഞാൻ കുറച്ച്
1 മില്യന്റെ കക്കാശി എൻ്റെ ബേസിലുള്ള സാധനം ഫുള്ള് ഞാൻ ഇവര് കൊടുത്തു. കാരണം എനിക്കത് ഞാൻ കളിക്കത്തില്ലാത്തതുകൊണ്ട് ഇനി റീബർത്ത് ഞാൻ സ്റ്റീൽ ചെയ്യാനും പോകും. അവൻ ബേസ് നോക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ കളിക്കണേ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഞാൻ ഈ കമന്റ് ചെയ്തേക്കാം. നിങ്ങൾ അത് നോക്കി എടുക്കുക. പറയാൻ പിടിക്കടാ. എന്തൊക്കെയാ പറയുന്നത്? അവൻ എന്നാ പറയുന്നതെന്ന് അവനെന്നെ അറിയാം. അവനെല്ലാം മറന്നു. ഇത് ചുമ്മാ എവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കും. എല്ലാവർക്കും ഇറിറ്റേറ്റ് ആവും. വീഡിയോ കാണുന്നവരെ തന്നെ ഇറങ്ങിയിട്ട് പോകും. ചിലപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ആളെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് ഇവൻ്റെ വായിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കാൻ കുഴപ്പമില്ല. നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കളിക്കാം ഗൈസ്. അടുത്ത ഫ്രൂട്ട് ഏത് കിട്ടുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും കിട്ടും. 2 തവണ റോക്കറ്റ് കിട്ടിയത് അത് തന്നെ നെറ്റില്ല. എൻ്റെ നല്ല ലക്കായതുകൊണ്ട് 2 തവണ അടുപ്പിച്ച് റോക്കറ്റ്. കുറേ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. കമന്റ് ആണ്. പിന്നെ നമുക്ക് വേറൊരു സെർവറിൽ പോയി ഇത് തന്നെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഒരു ഫ്രൂട്ട് വാങ്ങാനുള്ള പൈസ ആക്കിയിട്ട് വരാൻ വീണ്ടും. ഗൈസ് ടിലെ ആനിമി